ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഉണ്ടാക്കി കാണിക്കുന്നത് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ബീഫ് റോളിൻ്റെ റെസിപ്പിയാണ്. മൈദപ്പൊടി കുഴക്കോ പരത്തോ ഒന്നും ചെയ്യാണ്ട് എങ്ങനെ ഈ റോള് റെഡിയാക്കി എടുത്തതെന്നൊന്ന് കണ്ടു നോക്കാം. ആദ്യം തന്നെ റോളിനുള്ള ഫില്ലിങ് റെഡിയാക്കിയെടുക്കുക. അതിന് വേണ്ടിയിട്ട് ഇതാ ഉള്ളി ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളി കറിവേപ്പിലയും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് നന്നായി വാട്ടിയെടുക്കണം. ഇതൊരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോൾ ഉള്ളി ചേർത്ത് കൊടുക്കുക. ഉള്ളിയിൽ കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വാട്ടിയെടുക്കുക. ഇതാ ഉള്ളി ഒന്ന് വാടി വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് കറിവേപ്പില എല്ലാം ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ ഇതെല്ലാം കൂടി നല്ലോണം വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാലപ്പൊടിയും പിന്നെ കുറച്ച് പെരിഞ്ചീരകപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇറച്ചി മസാല വേണമെങ്കിൽ കുറച്ച് ഇറച്ചി മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് ബീഫ് വേവിച്ചിട്ട് ക്രഷ് ചെയ്തത് ചേർത്ത് കൊടുക്കുക. ബീഫ് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ ബീഫ് വേവിക്കുമ്പോൾ ബാക്കി വന്ന ഗ്രേവിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും കൂടി ചേർത്തിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിച്ചിട്ട് പിന്നെ ഇതിൽ ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് മൂടി വെച്ച് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ചൂടാക്കിയെടുക്കാം. അങ്ങനെ ഇതാ നമ്മൾ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു മിക്സീൻ്റെ ജാറിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. പിന്നെ അതേ കപ്പിൽ തന്നെ 1 കപ്പ് മൈദപ്പൊടിയും ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് ഇത് നന്നായി ഒന്ന് അടിച്ചെടുക്കുക. അങ്ങനെ ഈ അടിച്ചെടുത്ത ബാറ്റർ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഈ മിക്സീൻ്റെ ജാറിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുത്തിട്ടൊന്ന് കഴുകിയെടുത്തതിന് ശേഷം അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഈ ഒരു റോളിനുള്ള ദോശ ചുട്ടെടുക്കണം. ദോശ ചുടാനുള്ള പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ കയ്യിൽ മാവ് ഒഴിച്ചിട്ട് ദോശ ചുട്ടെടുക്കാം. അധികം വലിയ ദോശ ചുട്ടെടുക്കേണ്ട റോളിന് ഒരു മീഡിയം സൈസ് ദോശ ചുട്ടെടുത്താൽ മതി. ഈ ദോശ പെട്ടെന്ന് റെഡിയായി കിട്ടും. ഒന്ന് ഇങ്ങനെ ചുറ്റിച്ച് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചിട്ടിട്ട് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കണം. അങ്ങനെ ഏതോ ദോശ എല്ലാം ചുട്ടെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് റോള് റെഡിയാക്കി എടുക്കാം. ദോശേൻ്റെ നടുവിലെ ഭാഗത്തായിട്ട് നീളത്തിലാക്കിയിട്ട് ഈ ഒരു മസാല വെച്ച് കൊടുക്കാം. എന്നിട്ട് 2 സൈഡും ഇതുപോലെ മടക്കിയെടുത്തതിന് ശേഷം പിന്നെ അത് റോൾ ചെയ്തെടുക്കുക. സൈഡ് മടക്കിയെടുക്കുമ്പോൾ തന്നെ കുറച്ച് മൈദപ്പൊടി കലക്കിയത് ഇതുപോലെ പുരട്ടി കൊടുക്കുക. 2 ഭാഗം ഇങ്ങനെ മൈദപ്പൊടി കലക്കിയത് പുരട്ടി കൊടുത്തതിന് ശേഷം പിന്നെ ഇത് റോൾ ചെയ്തെടുക്കുക. റോൾ ചെയ്തെടുത്തിട്ട് ഈ ഒരു ഭാഗത്തും കുറച്ച് മൈദപ്പൊടി പുരട്ടി കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഒട്ടിച്ചെടുക്കുക. ഇനി ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. ഇപ്പോൾ ഇത് എല്ലാ റോളും ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് മുട്ട പൊട്ടിച്ച് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പും പിന്നെ 2 ടേബിൾ സ്പൂൺ പാലും കൂടി ചേർത്തിട്ട് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ ഇത് നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച റോള് മുക്കിയെടുത്തിട്ട് പിന്നെ ബ്രെഡ് പൊടിച്ചതിലേക്ക് കോട്ട് ചെയ്തെടുക്കുക. അങ്ങനെ എല്ലാ റോളും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക.
അപ്പോൾ ഇത് റോളെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് പൊരിച്ചെടുക്കണം. പൊരിച്ചെടുക്കാനുള്ള എണ്ണ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് ചൂടായി വന്നിട്ടുണ്ട്. വെളിച്ചെണ്ണയിലാണ് ഇത് പൊരിച്ചെടുക്കുന്നത്. ഹൈ ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കി എടുത്ത എണ്ണ ഇത് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് മീഡിയം ഫ്ലെയിമിലാക്കി കൊടുക്കണം. എന്നിട്ടിത് തിരിച്ച് മറിച്ച് വിട്ടിട്ട് എല്ലാ ഭാഗവും ഒന്ന് പൊരിച്ചെടുക്കാം. ഇത് പെട്ടെന്ന് റെഡിയായി കിട്ടും. നമ്മൾ ബ്രെഡ് പൊടി ചേർത്തത് കൊണ്ട് തന്നെ ഇത് അധികം ഇങ്ങനെ എണ്ണയിലിട്ടിട്ട് പൊരിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇത് പെട്ടെന്ന് റെഡിയായി കിട്ടും. മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇത് പൊരിച്ചെടുക്കണം. പിന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ ഇത് ബ്രെഡ് പൊടി ചേർത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോകും. അങ്ങനെ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ പൊരിച്ചെടുക്കാം. അങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ടേസ്റ്റി ആയിട്ടുള്ള റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്കിത് ബീഫിൻ്റെ മസാലയ്ക്ക് പകരം ചിക്കൻ ചേർത്തിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ബീഫ് കൊണ്ട് ഉണ്ടാക്കിയെന്നേ ഉള്ളൂ. പിന്നെ ഇപ്പം പറയുന്ന പോലെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.